السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്നൊരല്പമെങ്കിലും പഠിക്കണം, മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഈ മസ്ജിദിലേക്ക് ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഖ്ലാസ് അത് നന്നാക്കി തരികയും അള്ളാഹുവിങ്കൽ വലിയ പ്രതിഫലത്തിന് കാരണമാകുന്ന ഒരു അമലായി ഈ ഒരു ദിവസത്തെ നമ്മുടെ പരിശ്രമം മാറ്റി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്ക് വർദ്ധിപ്പിച്ചു തരികയും നമ്മുടെ അമലുകളിലേക്ക് അത് കൊണ്ടുവരാനുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരികയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഈ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, എൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അടിയുറച്ചു നിൽക്കണം. ആ മരിക്കുന്ന സമയത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന മലായിക്കത്തുകളെ കണ്ടുകൊണ്ട് പുഞ്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞ് സ്വർഗീയമായ ഖബർ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് വിചാരണയുടെ നാളിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കണം. ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യം ഈ ദീൻ പഠിക്കുന്നതിലോ ഒരുമിച്ച് കൂടുന്നതിലോ ഇല്ല. അതല്ലാത്ത എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം നമ്മൾ വെച്ചിട്ടുണ്ട് എങ്കിൽ ഒരു ഉപകാരവും അതുകൊണ്ട് നമുക്ക് ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണവേളയിലുള്ള സന്ദർഭത്തെക്കുറിച്ച് ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയത് ആമുഖമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. സൂറത്തു ഫുസ്സിലത്തിലെ 30 മുതൽ 32 വരെയുള്ള ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ദുനിയാവിൽ അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞ ആളുകൾ, സുമ്മ ഇസ്തഖാമു, പിന്നീട് ഇസ്തിഖാമത്തോടുകൂടി അടിയുറച്ച ദീനിൽ നിൽക്കുകയും ചെയ്ത ആളുകൾ, വഴിപഴച്ചു പോയിട്ടില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് അടിയുറച്ച് നിൽക്കുകയാണ്. അത്തരക്കാരായ ആളുകൾക്ക് മരണവേളയിൽ ഉണ്ടാകുന്ന സന്ദർഭം തതനസ്സലു അലൈഹിമുൽ മലായിക, മരിക്കുന്ന വേളയിൽ മലായിക്കത്തുകൾ അവരുടെ അടുക്കൽ സന്നിഹിതരായിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നത്, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്ന ജീവിതം അത് വളരെ എളുപ്പമുള്ള ജീവിതമാണ്. വിട്ടേച്ചു പോകുന്ന ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഒന്നും ഓർത്ത് നിങ്ങൾ വ്യസനിക്കേണ്ടതുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം ഇതാ നിങ്ങൾക്ക് വരാനിരിക്കുകയാണ് എന്ന് സന്തോഷ വാർത്താ മലക്കുകൾ അറിയിക്കും. ശേഷം അവർ പറയുന്നത് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ദുനിയാവിൽ നിങ്ങളുടെ വലിയകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് രക്ഷയായിക്കൊണ്ട് ഞങ്ങൾ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നാളെ ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, നിങ്ങൾക്ക് സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം പുറത്തു തരുന്ന അങ്ങേയറ്റം കാരുണ്യമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിരുന്നാണത് എന്ന മലായിക്കത്തുകൾ പറയും എന്നുള്ളതാണ്. സഹോദരങ്ങൾ, ഇത് ആർക്കാണ് ലഭിക്കുന്നത്? മരണം വരെ ഇസ്തിഖാമത്തോടുകൂടി ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾക്കാണ് ഈ സന്തോഷ വാർത്ത ലഭിക്കുക എന്നുള്ളതാണ്. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു തആല പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്തു, വഹുവ മുഅ്മിൻ, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്, വിശ്വാസം അത് കൃത്യമായിട്ട് അവർ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വിശിഷ്ടമായ ഹയാത്തുൻ ത്വയ്യിബ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവന് നൽകും. നാളെ പരലോകത്ത് ഏറ്റവും നല്ല സ്വർഗീയമായ ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമായി നൽകുമെന്നുള്ളതാണ് പറഞ്ഞത്. അവിടെയും സഹോദരങ്ങളെ, ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖുലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക് ബഅദക്. അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് താങ്കളൊരു കാര്യം പറഞ്ഞു തരണം, ആ കാര്യം എനിക്കിനി മറ്റൊരാളോടും ചോദിക്കാനില്ല താങ്കൾക്ക് ശേഷം. അങ്ങനെയുള്ള എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന ഒരു ഖൈറാണ് ആ വ്യക്തി ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ്, നീ അള്ളാഹുവിൽ വിശ്വസിക്കുക, സുമ്മസ്തഖിം അല്ലെങ്കിൽ ഫസ്തഖിം എന്ന ഹദീസിൽ കാണാം. അതിനുശേഷം നീ അടിയുറച്ചു നിൽക്കുക, ഇസ്തിഖാമത്തോടു കൂടി നിൽക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ദീൻ മനസ്സിലായി, ദീൻ കേട്ടു, ദീൻ പഠിച്ചു എന്നതുകൊണ്ടൊന്നും ഒരാൾ രക്ഷപ്പെടുന്നില്ല. നമുക്ക് കാലിടറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഒരാളോടും ചോദിക്കാത്ത രൂപത്തിലുള്ള ഒരു വസിയത്ത് ചോദിച്ചപ്പോൾ ഇസ്തിഖാമത്തിൻ്റെ കാര്യം അതെടുത്തു പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ ഇസ്തിഖാമത്ത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഹിദായത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീമിലേക്ക് റബ്ബെ നീ ഞങ്ങളെ വഴി നടത്തേണ്ടതുണ്ട്, അത് കാണിച്ചു തരണം, അത് മനസ്സിലാക്കി തരണം, അതിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നൽകണം. അള്ളാഹുവിനോട് എന്നും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കേണ്ട നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ആ ഇസ്തിഖാമത്തിൽ നമുക്ക് അടിയുറച്ച് നിൽക്കുന്ന, ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള ഒരേ ഒരു മാർഗം, ദുനിയാവിൽ ഒരേ ഒരു മാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച് വിട്ടേച്ചതുപോലെ അവിടുത്തെ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി അത് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. സ്വഹാബികൾ അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായികളാകാൻ. ഇനി വരുന്ന ബാക്കിയുള്ള ആളുകൾക്ക്, ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് മാതൃകയാക്കിക്കൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സംസാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരവും ഒക്കെ മനസ്സിലാക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. മഹാൻ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ്. ഇത്തരം കാര്യങ്ങൾ സ്വഹാബികൾ പറയുക, സഹോദരങ്ങൾ, അത് ഹുക്മുർ റഫ് ആണ് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. കാരണം ഗൈബിയായ ഒരു കാര്യം അവർ അഭിപ്രായം പറയുകയില്ല. ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ്, അള്ളാഹു ഭൂലോകരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീക്ഷിച്ചു. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനം ജനിക്കാൻ പോകുന്ന മനുഷ്യക്കുഞ്ഞു വരെയുള്ള മുഴുവൻ ആളുകളിലും ഏറ്റവും ഖൈറായ ഖൽബുള്ളത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. ഫസ്തഫാഹു ലിനഫ്സിഹി ഫബ്തഅസഹു ബിരിസാലതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്ത് അങ്ങനെ റിസാലത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹം അഷ്റഫുൽ ഖൽഖാണ്, ഏറ്റവും നല്ല ഖൽബിൻ്റെ ഉടമയാണ്. പിന്നീട് പറയുന്നു, കുസുമ്മ നദറ ഫീ ഖുലൂബിൽ ഇബാദ് ബഅദ ഖൽബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖൽബിന് ശേഷം ബാക്കിയുള്ള മനുഷ്യരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി. ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ ഏറ്റവും നല്ല ഖൽബിനുടമകളായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തിരഞ്ഞെടുത്തു. അവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഫജഅലഹും മുസറാഅ നബിയിഹി. അങ്ങനെ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയുടെ സഹായികളാക്കി മാറ്റി. യുഖാതിലൂന അലാ ദീനിഹി. ആ ദീനിനു വേണ്ടി പോരാടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തിരഞ്ഞെടുത്തു. ഫമാ റആഹുൽ മുസ്ലിമൂന ഹസന ഫഹുവ ഇൻദല്ലാഹി ഹസന. അദ്ദേഹം പറയുകയാണ്, അത് ആ മുസ്ലിമീങ്ങൾ എന്താണ് ഒരു നന്മയായിട്ട് കണ്ടിട്ടുള്ളത്, അത് നന്മയാണ്. വമാ റഅഹു സയ്യിഅ ഫഹുവ ഇൻദല്ലാഹി സയ്യിഅ. അവരെന്തെങ്കിലും ഒരു കാര്യം മോശമായി കണ്ടിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കലും മോശമാണ് എന്ന്
അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ആരാണ് നമ്മുടെ സലഫുകൾ എന്ന് പറയുന്നത്? സലഫുകൾ എന്ന് പറയുന്നത് അതിലേറ്റവും ആദ്യം വരുന്നത് നമ്മുടെ സ്വഹാബത്താണ്. മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, സലഫു സാലിഹ് ഹുമു സ്വഹാബ വമൻ സലക സബീലുഹും മിനത് താബിഈൻ വഅത്ബാഇ താബിഈൻ. അവരിൽ ആദ്യം വരുന്നത് സ്വഹാബത്താണ്. പിന്നീട് ആ സ്വഹാബത്തിൻ്റെ അതേ മാർഗത്തിൽ പിന്തുടർന്ന താബിഈങ്ങളും അത്ബാഉ താബിഈങ്ങളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വഹാബത്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്തിനനുസരിച്ചിട്ടാണ് അവരുടെ കാര്യം തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങൾ സ്വഹാബത്തിൻ്റെ മാർഗത്തിനോട് യോജിച്ചാൽ നിങ്ങൾ ശരിയായ മാർഗമാണെന്ന് പറയും. നിങ്ങളുടെ സ്വഹാബത്തിൻ്റെ മാർഗത്തിനെതിരായാൽ നിങ്ങൾ തെറ്റായ മാർഗത്തിനാണെന്ന് പറയും. സ്വഹാബത്താണ് അടിസ്ഥാനമെന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, സ്വഹാബികളുടെ മാർഗം പിൻപറ്റണം എന്ന് പറഞ്ഞത് മൻഹജുസ് സലഫ്, അൽ മൻഹജുസ് സലഫി, ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞത് പിൽക്കാലക്കാരായ ആരെങ്കിലും അല്ല. ചില ആളുകൾക്ക് ഇങ്ങനെ ധാരണ ഉണ്ട്, മൻഹജുസ് സലഫ്, സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ അതേതോ ഒരു ഗ്രൂപ്പാണ്, ഒരു കക്ഷിയാണ് എന്നൊക്കെ ധരിക്കുന്നവരുണ്ട്. എന്നാൽ അതൊരു മാർഗമാണ്, സ്വഹാബികളുടെ മാർഗമാണ്. മഹാനായ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, വുജൂബു ഇത്തിബാഉ സലഫ് സബത ബിൽ കിതാബി വസ്സുന്നതി വൽ ഇജ്മാ. അദ്ദേഹം ഹിജ്റ 620 ആളാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് ഹിജ്റ 728 വഫാത്തായ ആളാണ്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ആൾക്കാരെ പറഞ്ഞു. കാരണം ചില ആളുകൾ പറയും ഇത് ഇബ്നു തൈമിയ്യ കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊണ്ടുവന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നതാണ് എന്ന് പറയും. അല്ല, അദ്ദേഹം പറയുന്നത് എന്താണ്? വുജൂബു ഇത്തിബാ സലഫ്, സലഫുകളെ പിൻപറ്റുക എന്നുള്ളത് അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല, യാതൊരു സംശയവും വേണ്ടതില്ല. ഇനി സഹോദരങ്ങളെ, നമുക്ക് അറിയേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് ആരാണ് പറയുന്നത്? സഹാബികളെ പിൻപറ്റണം എന്ന് പറയുന്നത് ആര് പറഞ്ഞു? സഹാബികൾക്ക് ശ്രേഷ്ഠതയുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകൾ ഉദ്ധരിക്കാനുണ്ട്, നമ്മളതൊന്നും പറഞ്ഞിട്ടില്ല. ആ ശ്രേഷ്ഠതകളൊക്കെ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം അയാൾക്ക്, ഈ ശ്രേഷ്ഠതയുള്ള സഹാബികളെ പിൻപറ്റണം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ പോരെ? അതിനപ്പുറത്തൊരു സ്വഹാബത്തിൻ്റെ മൻഹജ് ഇതാര് കൊണ്ടുവന്നത്? അങ്ങനെ ചില പറഞ്ഞ ആളുകളുണ്ട് ഇവിടെ. മൻഹജു സലഫ് അത് ഒരു പുത്തനാശയമാണ്, അങ്ങനെ ഒരു കാര്യം വന്നതാണ്, ഇവിടെയുള്ള ഭിന്നിപ്പുകൾക്ക് കാരണം, അത് നമുക്ക് വേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചവരുണ്ട്. അവരും അവരുടെ മസ്ജിദുകൾക്ക് പേരിട്ടിരിക്കുന്നത് സലഫി മസ്ജിദ് എന്നാണ്. ഖേദകരമാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൻ നിസാ 115 ആയത്ത് നമ്പർ, وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. അള്ളാഹു തആല പറയാണ്, وَمَن يُشَاقِقِ الرَّسُولَ, ആരെങ്കിലും റസൂലിനോട് എതിരായി, റസൂൽ ഒരു ഷിക്കിലാണെങ്കിൽ, ഒരു വഴിയിലാണെങ്കിൽ, ഒരു മാർഗത്തിലാണെങ്കിൽ അതിനെതിരായ മാർഗം ആരെങ്കിലും ഒരാൾ സ്വീകരിച്ചു, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവന് സന്മാർഗം വ്യക്തമായതിനു ശേഷം. ഖുർആനിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാലും ഇല്ല, റസൂലിൻ്റെ മാർഗം ഇങ്ങനെയാണെങ്കിൽ ഞാനിത് ഈ ഒരു മാർഗമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അല്ലാഹു തആല അതിനോടൊപ്പം പറയുന്നു, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗവും അവൻ സ്വീകരിച്ചു. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന ഭാഗം ആയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരായി എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരാകാൻ പാടില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടൊപ്പം പറയുന്നു, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം അവർ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹിനോട് എതിരായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എതിരായി അവർ മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആരാണ് ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്തുള്ള മുഅ്മിനീങ്ങൾ? ഈ ആയത്ത്, ഖുർആനിൽ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ഭൂലോകത്തുള്ള മുഅ്മിനീങ്ങൾ ആരാണ്? സത്യവിശ്വാസികൾ ആരാണ്? സഹാബികളല്ലാതെ മറ്റാരുമില്ല ലോകത്ത് മുഅ്മിനീങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ പെടുന്ന ഒന്നാമത്തെ ആളുകൾ അത് സ്വഹാബത്താണ് എന്നതിൽ സംശയമില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് സ്വഹാബികളുടേതല്ലാത്ത, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ വയത്തബി ഗൈറ സബീലി സ്വഹാബ, സ്വഹാബികളുടേതല്ലാത്ത മാർഗം ആരെങ്കിലും ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് കാര്യം? നുവല്ലിഹി മാ തവല്ല. അള്ളാഹു പറയുന്നു, ആ മാർഗം ഒരാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, സ്വഹാബത്തിൻ്റെ മാർഗം ഒരാൾ സ്വീകരിച്ചിട്ടില്ല, നിന്റെ വിശ്വാസം പഠിക്കുന്ന സമയത്ത്, നിന്റെ കർമ്മങ്ങൾ ശരിയാക്കുന്ന സമയത്ത് സ്വഹാബത്തിൻ്റെ മാർഗം ഒരാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ എന്ത് കാരണത്താലാണ്, എന്ത് ധിക്കാരത്താലാണോ
അവൻ്റെ എന്തു യുക്തി കാരണത്താലാണോ അവൻ ആ മാർഗം ഒഴിവാക്കിയിട്ട് മറ്റൊരു വഴിയിലേക്ക് പ്രവേശിച്ചത്, ആ വഴിയിലേക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നാളെ പരലോകത്ത് വെച്ച് അവന് നരകമാണുള്ളത്. വസാഅത്ത് മസീറ, എത്ര മോശമായ സങ്കേതമാണ് ആ നരകത്തിൻ്റെ മാർഗം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സ്വഹാബികളുടേതല്ലാത്ത മാർഗം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ സ്വഹാബികളുടേതല്ലാത്ത മാർഗം പിൻപറ്റിയവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുകയാണ്, വളരെ കൃത്യമായി സഹോദരങ്ങളെ താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ചിലരെങ്കിലും ധരിക്കാറുണ്ട് ഏതൊരു മാർഗം സ്വീകരിച്ചാലും കുഴപ്പമില്ല. ആളുകൾക്കൊക്കെ പ്രയാസവും പരാതിയുമായിട്ട് പലരും പറയുന്ന കാര്യം തന്നെയാണ്, എന്താണ് മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ, ഒരുപാട് കക്ഷികളുണ്ട്, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എന്ന് പലരും പ്രയാസം പറയാറുണ്ട്. ഇപ്പോൾ തൗഹീദുള്ള ആളുകളിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ, അതല്ലാത്ത ഗ്രൂപ്പുകൾ, അങ്ങനെ ഗ്രൂപ്പുകൾ, ഇങ്ങനെ കക്ഷികൾ, എല്ലായിടത്തും കക്ഷികളായി കുഴപ്പങ്ങളായി അങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രയാസം പറയാറുണ്ട്. ചിലരതിൽ നിലപാടെടുക്കും. ഇതെല്ലാവരും ശരി തന്നെയാണ്, നമ്മൾ ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. പിന്നാടത്ത് കുറ്റമുണ്ടെങ്കിൽ അതിലടുത്തും കുറ്റമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ശരി എന്നുള്ള നിലക്ക് തന്നെ നമ്മൾ നിൽക്കുക, എല്ലാം ശരിയാണ്, അങ്ങനെ പറയുന്ന ആളുകളുണ്ടാകും. ചിലർ എന്ത് ചെയ്യും, അവരുടേതായ യുക്തിക്ക് എന്തു ചെയ്യും, എല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നിനുമില്ല, ഇങ്ങനെയാണെങ്കിൽ നമ്മളൊന്നിനുമില്ല, നമ്മളൊന്നും പഠിക്കാനില്ല, ഒന്നിനുമില്ല, നമ്മളൊന്നിൻ്റെ അകത്തുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൽ നിന്നും വിട്ട് നിൽക്കുന്ന, അങ്ങനെ സ്വന്തം യുക്തി അവൻ തീരുമാനിച്ച് നിൽക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നത് എന്താണ്, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ. സൂറത്തുൽ അൻആമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവമുള്ള ഒരുപാട് ഉപദേശങ്ങൾ, ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബില്ലാഹി ഷൈഅ വബിൽ വാലിദൈനി ഇഹ്സാന എന്നൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് നിഷിദ്ധങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ കൃത്യമായ വഴിയെക്കുറിച്ച് പറയുകയാണ്. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ, ഇതാണ് എൻ്റെ നേരായ ചൊവ്വായ സിറാത്തുൽ മുസ്തഖീം, നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അതിതാണ്. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, അനേകം മാർഗങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. കാരണം ആ മാർഗങ്ങൾ പിൻപറ്റിയാലുള്ള ദൂഷ്യഫലം എന്താണ്, ഫതഫറഖ ബികും അൻ സബീലിഹി, ആ മാർഗങ്ങളിൽ ഏത് പിൻപറ്റിയാലും ഫതഫറഖ ബികും അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും അത് നിങ്ങളെ തെറ്റിച്ചു കളയുന്നതാണ്. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി ഞാനിതാ നിങ്ങൾക്ക് ഉപദേശം നൽകുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാം ശരിയാണ്, എല്ലാം കൃത്യമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. യുക്തിപരമായി അത് ശരിയാണോ? അല്ല. ഒരാൾ പറയാണ് എല്ലാം ശരിയാണെന്ന് പറയാണ്, ഞാൻ അയാളോട് പറഞ്ഞു നീ പറയുന്നത് തെറ്റാണ്. അപ്പോൾ അയാൾ പിന്നെയും പറയുന്നത് എല്ലാം ശരിയാണ്, അപ്പോൾ ഞാൻ പറയുന്നത് നീ പറഞ്ഞത് തെറ്റാണ്, അതും ശരിയാണെന്ന് അയാൾ പറയേണ്ടി വരും. എല്ലാം ശരിയാണ്, നീ തെറ്റാണെന്നാണ് പറയുന്നത്, അതും ശരിയാണെന്ന് അയാൾ സമ്മതിക്കണ്ടേ, എന്നാൽ എല്ലാം ശരിയാവുകയുള്ളൂ. ഇല്ല, എല്ലാം ശരിയാണെന്ന് പറയുന്നത് യുക്തിപരമായിട്ട് തന്നെ തെറ്റായ കാര്യമാണ്, ഒരിക്കലും അത് ശരിയാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ മാർഗവും ശരിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഏതാണ്, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊഹു, അതിന് ഏകവചനമായിട്ടാണ് പറഞ്ഞത്. പിന്നീട് പറയുന്നത് വലാ തത്തബിഉ സുബുൽ, സബീലിൻ്റെ ബഹുവചനം, മാർഗങ്ങൾ അനേകമുണ്ട്, വഴിപഴച്ചിട്ടുള്ള മാർഗങ്ങൾ സഹോദരങ്ങളെ അനേകമുണ്ട്, അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് പുതിയ രീതിയിൽ സ്വഹാബികൾ മനസ്സിലാക്കാത്ത ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഖുർആനിനൊരു വ്യാഖ്യാനം പറയുന്ന ആളുകൾ, ഖുർആനിനൊരു ആയത്ത് ഓതിയിട്ട് അതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകളോട്, അതല്ലെങ്കിൽ ഇത് ഒരു ഹദീസ് പറഞ്ഞിട്ട് ഇങ്ങനൊരു കർമ്മം ഇതുകൊണ്ടുണ്ട് എന്ന് പറയുന്നവരോട് നമുക്ക് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. വളരെ എളുപ്പമാണല്ലോ, ദീൻ എന്ന് പറയുന്നത് തന്നെ എളുപ്പമാണ്. അത് ദീനിൻ്റെ അകത്തുള്ള ദീൻ തന്നെയാണ് സലഫിയത്ത് എന്ന് പറയുന്നത്. സലഫിയത്ത് എന്ന് പറയുന്നത് നമുക്കൊന്നും മനസ്സിലാകാത്ത, വലിയ പ്രയാസമുള്ള, ഒരുപാട് പഠിച്ചു മാത്രം വലിയ പണ്ഡിതന്മാർക്ക് മാത്രമേ സലഫിയത്ത് എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെയാണോ? അല്ല, ദീൻ എളുപ്പമാണ്, സലഫിയത്ത് എളുപ്പമാണ്. യഥാർത്ഥ ദീൻ അത് തന്നെയാണ് സലഫിയത്ത്. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദീനല്ലാതെ അതിൽ മറ്റൊന്നും അതിലില്ല. അതിനങ്ങനെ ഒരു പേര് സ്വീകരിച്ചത് ആദ്യകാലത്തുണ്ടായിരുന്നില്ല, അതും ചില ആളുകൾക്ക് സംശയമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യകാലത്ത് സലഫികൾ എന്നുള്ള വാക്ക് വേണ്ട, ഇല്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രീതിയിലുള്ളൂ, മറ്റൊരു വഴിപഴച്ച കക്ഷികളേ ഇല്ല. സ്വഹാബികളുടെ അവസാന കാലഘട്ടത്തിലാണ് വഴിപഴച്ച കക്ഷികൾ ആരംഭിച്ചു വരുന്നത്. സ്വഹാബികളിൽ നിന്ന് ആരുമില്ല, താബിഈങ്ങളിൽപ്പെട്ടത്, അവരെ കണ്ട ആളുകളിൽ തന്നെ വഴിപഴച്ച ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് വഴിപഴച്ച കക്ഷികളൊക്കെ ഉടലെടുക്കുന്നത്. ഖവാരിജികളും ഖദരിയാക്കളും ഒക്കെ ഉടലെടുക്കുന്നത് അങ്ങനെയാണ്.
ഷിയാത്തു അലി എന്നുള്ള പേരിൽ, അലി റളിയല്ലാഹുവിൻ്റെ പേരിൽ കക്ഷിയായി ചേർന്ന ഷിയാക്കൾ എന്നറിയപ്പെട്ട ആളുകളൊക്കെ പിന്നീട് കക്ഷികളായി വരുന്നത് ശേഷമാണ്. അപ്പോഴാണ് സ്വഹാബത്തിൻ്റെ മാർഗം എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഖുർആനിലുടനീളം സ്വഹാബികളെ പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പിൻപറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മാർഗം എന്നുള്ള നിലക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് ഈ ഒരു വഴിക്ക് കൃത്യമായി പണ്ഡിതന്മാർ പേര് നൽകിയത്. അതുപോലെ തന്നെ സ്വഹാബികളുടെ മാർഗം എന്നുള്ള നിലക്കാണ് മൻഹജു സലഫ് എന്ന പേര് നൽകിയത്. ആ പേര് മാത്രം കിട്ടിയതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവുമില്ല. ആ പേര് മാത്രം കിട്ടിയതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. എന്നാൽ ഒരാൾ കൃത്യമായി സ്വഹാബികളുടെ മാർഗം പിൻപറ്റി, അയാൾ അങ്ങനെ ഒരു പേരൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അയാൾ ആക്ഷേപാർഹനുമല്ല. അയാൾ കൃത്യമായി സലഫിൻ്റെ മാർഗം പിൻപറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. എന്നാൽ അങ്ങനെ ഒരു പേര് സ്വീകരിക്കുന്നത് തെറ്റാണോ, ഐബുള്ള കുറവുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. കാരണം ഹക്കും ബാത്തിലും വേർതിരിയേണ്ടതുണ്ട്. എല്ലാം ശരിയാണ്, എല്ലാം മുസ്ലിമീങ്ങളാണ്, എല്ലാവരും മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അവർ സഹാബികളുടെ മാർഗം പിൻപറ്റുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാൻ പറഞ്ഞ മാർഗത്തെ അനുധാവനം ചെയ്യുന്നവരാണോ അല്ലേ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. അതല്ല നമ്മൾ തസ്കിയത്തിന് വേണ്ടി, സ്വന്തത്തെ പുകഴ്ത്തുന്നതിന് വേണ്ടി പറയുന്നതല്ല. അങ്ങനെ പറയാനും പാടില്ല. ഞാൻ സഹാബികളെ പോലെയാണ് എന്ന് തസ്കിയത്തിന് വേണ്ടി പറയുന്നൊരു വാക്കല്ല ഞാൻ സലഫിയാണ് എന്നുള്ളത്. മറിച്ച് ഞാൻ ആ സ്വഹാബത്തിൻ്റെ മാർഗം പിൻപറ്റാൻ ശ്രമിക്കുന്നവനാണ്. സ്വഹാബികൾ പറഞ്ഞെടുത്ത് ഞാൻ അവിടെ നിൽക്കും. അവരുടെ വീക്ഷണത്തിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു വീക്ഷണമില്ല. അവർ ഖുർആൻ മനസ്സിലാക്കിയതിനേക്കാളും വലുതായി ആഴത്തിൽ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണുകൊണ്ട് കണ്ട് അവിടുത്തെ മുന്നിൽ ഇരുന്നു കൊണ്ട് ദീൻ പഠിച്ച് ചോദിച്ചു മനസ്സിലാക്കി അറിഞ്ഞ ആളുകളാണ്. അള്ളാഹു തിരഞ്ഞെടുത്തവരാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ പിൻപറ്റുന്നത്. ഇങ്ങനെയുള്ളൊരു വിഭാഗത്തെ സ്വഹാബികളെ പിൻപറ്റണം എന്നുള്ളതിന് ആർക്കാണ് എതിർക്കാൻ സാധിക്കുക? പലപ്പോഴും എതിർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വഹാബികളെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഈ മൻഹജാണ് ഞാൻ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് അവൻ ചോദ്യം ചെയ്യപ്പെടും. എവിടെ നിൻ്റെ നബിദിനം? സ്വഹാബികൾക്ക് എവിടെ? അവൻ പറഞ്ഞില്ല. അങ്ങനെ മൻഹജു സൽഫ് അത് ഞങ്ങൾക്കില്ല. കവർ കെട്ടിപ്പൊക്കാൻ പറഞ്ഞാൽ സ്വഹാബികൾ എവിടെ അങ്ങനെയാണ് ചെയ്തത്? സ്വഹാബികൾ കവർ കെട്ടിപ്പൊക്കാനല്ല പറഞ്ഞത്. പൊക്കിയ കബറുകൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ നിരപ്പാക്കുകയാണ് ചെയ്തത്. അവർക്ക് മൻഹജു സലഫിൻ്റെ മുമ്പിൽ കാലിടേണ്ടി വരും. ഏതൊരു കാര്യമാകട്ടെ, ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട് ഇത് അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചോദ്യത്തിന് മുമ്പ് നമ്മൾ അതിലാണ് പറഞ്ഞു വന്നത്. എളുപ്പമുള്ള കാര്യമാണ്. സാധാരണക്കാരനായ ഒരാൾ ചോദിക്കുകയാണ്, ശരി ഈ ആയത്ത് വെച്ചിട്ട് ഈ ആയത്ത് ആദ്യം കേട്ടത് ആരായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹദീസിലുണ്ടാകണം. റസൂൽ ചെയ്തതായിട്ടൊരു സഹാബി ഞാൻ കണ്ടു, റസൂലിൽ ഖബർ കെട്ടി പൊക്കി, റസൂൽ ഖബറിൻ്റെ അടുക്കൽ നിന്നു എന്ന് കാണണം. ഇല്ല. സ്വഹാബികൾ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു സഹാബിയുടെ പേര് പോലും സഹാബി ഇത് എങ്ങനെ ചെയ്തു, ഇതൊരു അഫ്ളലായ വളരെയധികം ശ്രേഷ്ഠതയുള്ള കർമ്മമാണ്, അതുകൊണ്ട് അവർ മഹാന്മാരെ ആദരിച്ചൊരു ഖബർ കെട്ടിയുണ്ടാക്കി എന്ന് കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ചോദ്യത്തിന് മുമ്പിൽ സലഫുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ തകർന്നു പോകുന്ന കാര്യമേ ഉള്ളൂ. ഏതൊരു കാര്യമാകട്ടെ സഹോദരങ്ങളെ, നമുക്ക് ആ രൂപത്തിൽ കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ ആ മൻഹജു സലഫ് എന്ന് പറയുന്ന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലിനോട് പണ്ഡിതന്മാർ ഉപമിച്ചിട്ടുള്ള സഫീനത്തു നൂഹ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും അതിൽ പ്രവേശിച്ചാൽ അവൻ വിജയിച്ചു, അതിൽ കയറാതെ നിന്നാൽ അവൻ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുന്നവൻ പോലെയാണ് എന്ന് പറഞ്ഞ് ഈ മൻഹജു സലഫിന് മുമ്പിൽ അത് തകർന്നിടിയുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ സ്വഹാബികളുടെ മാർഗം പിൻപറ്റുന്നതിൽ നമ്മൾ അഭിമാനിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ റബ്ബിന് ശുക്ർ ചെയ്യുക. നോക്കൂ, അള്ളാഹു തആല സൂറത്തു തൗബയിൽ സഹാബികളെ കുറിച്ച് പറഞ്ഞത്, അവരെ പിൻപറ്റുന്നവരെ കുറിച്ച് പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് മുൻകടന്നു വന്ന ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സ്വഹാബികളെ കണ്ട് പിന്നീട് വന്ന സ്വഹാബികൾ, പിന്നീട് അവരെ അനുധാവനം ചെയ്ത സ്വഹാബികൾ, അവരെ സുഹൃതത്തിൽ പിൻപറ്റിയ ആളുകൾ, അള്ളാഹു തആല പറയുന്നു റളിയല്ലാഹു അൻഹും, അവരെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. സ്വഹാബികളിൽ ഒരാൾക്കും അള്ളാഹുവിൻ്റെ തൃപ്തിയില്ലാത്തതില്ല. അള്ളാഹു തആല പറഞ്ഞത് റളിയല്ലാഹു അൻഹും, മുഹാജിറുകളും അൻസാറുകളും ആദ്യം വന്ന ആളുകളുണ്ട്, ഇസ്ലാമിലേക്ക് ആദ്യം സ്വീകരിച്ച ആളുകൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സ്വഹാബികളെ പിൻപറ്റിയ സുഹൃതത്തിൽ പിൻപറ്റിയ ആളുകളുണ്ട്. മുഴുവൻ സ്വഹാബികളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലാണ്. റളിയല്ലാഹു അൻഹും, അള്ളാഹു തആല അവരെ തൃപ്തിപ്പെട്ടു. വറദു അൻ, അവരെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലോകത്ത് ഇജ്മാ ഉള്ള ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത കാര്യമാണ് സ്വഹാബികളുടെ
പേര് കണ്ടാൽ നമ്മുടെ ഹദീസിൻ്റെ സനദുകളിൽ അവസാനം സ്വഹാബി പറഞ്ഞു എന്ന് കണ്ടാൽ സ്വഹാബിയെക്കുറിച്ച് പിന്നീടൊരു അദാലത്ത് പരിശോധിക്കുന്ന അവസ്ഥയില്ല. സ്വഹാബി സിഖത്താണോ, അയാൾ പറഞ്ഞ സത്യമാണോ, കളവ് പറയാൻ സാധ്യത ഉണ്ടോ, പരിശോധിക്കപ്പെടില്ല. അങ്ങനെ ഒരു പഠനമേ ഇല്ല. സ്വഹാബികൾക്ക് മുമ്പ് വരെയുള്ള ആളുകളെക്കുറിച്ച് ഓരോരുത്തരെയും കുറിച്ച് വളരെ കൃത്യമായി പഠിക്കും. ആ വ്യക്തി ആരാണ്, ആ വ്യക്തിക്ക് മറന്നു പോകാൻ സാധ്യതയുള്ള ആളാണോ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് കൃത്യമായി സത്യം പറയുന്ന ആളാണോ, അല്ല വല്ലപ്പോഴും കളവ് പറഞ്ഞിട്ടുണ്ടോ, ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ കളവ് പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിക്കും. സ്വഹാബികളുടെ പേരെത്തിയാൽ, സ്വഹാബികൾ പറഞ്ഞു എന്നറിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. കാരണം സ്വഹാബികൾ കുല്ലുഹും ഉദൂൽ, അവരെല്ലാവരും നീതിമാന്മാരാണ് എന്ന് ഇജ്മാ ഉള്ള കാര്യമാണ്. ഷിയാക്കളെ പോലെ റാഫിദകളെ പോലെയുള്ള അഹ്ലുസുന്നത്തിൻ്റെ പുറത്തുള്ള ആളുകളല്ലാതെ, അഹ്ലുസുന്നത്ത് എന്നറിയപ്പെടുന്നത് ഷിയാക്കളല്ലാതെ ബാക്കി അറിയപ്പെടുന്ന മുഴുവൻ വിഭാഗവും സഹോദരങ്ങൾ അത് അംഗീകരിക്കുന്ന കാര്യമാണ്. കാരണം അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു റളിയല്ലാഹു അൻഹും. ഇനി ആരുടെ സർട്ടിഫിക്കറ്റാണ് അവർക്ക് വേണ്ടത്? ഒരു മനുഷ്യന്മാരിൽപ്പെട്ട ഒരാൾ പറയണോ സഹാബി ഇദ്ദേഹം സിഖത്താണ്, ഇദ്ദേഹം സാബിത്താണ്, ഇദ്ദേഹം ആദിലാണ് എന്നൊരു മനുഷ്യൻ പറയേണ്ട ആവശ്യമുണ്ട്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിൽ നിന്നും സഹാബികളെക്കുറിച്ച് പറഞ്ഞു റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർക്കുള്ള നാളെ ഒരുക്കി വെച്ചിട്ടുള്ള കാര്യവും റബ്ബ് പറഞ്ഞിട്ടുണ്ട്. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫിഹാ അബദ ദാലിക്കൽ ഫൗസുൽ അളീം. അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗം അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ ഖാലിദീന ഫിഹ, ഒരാളും സ്വർഗത്തിൽ നിന്ന് പുറത്തു കിടക്കുകയില്ല, ശാശ്വതവാസികളാണ്. ദാലിക്കൽ ഫൗസുൽ അളീം, അതാണ് ഏറ്റവും മഹത്തരമായ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തു വേണം? വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സ്വഹാബികളെ സുഹൃതത്തിൽ നമ്മൾ പിൻപറ്റണം. ഏറ്റവും കൃത്യതയോടുകൂടി സ്വഹാബികളെ ആരാണോ പിൻപറ്റുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കാം. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ തൃപ്തിപ്പെട്ടത് പറയുന്നു, അതോടൊപ്പം പറയുന്നത് വല്ലദീന തബഊഹും ബിഇഹ്സാൻ. എത്ര കൃത്യമായിട്ടാണ് മൻഹജുസ് സലഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലെ 100-ാമത്തെ ഈ ആയത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ഇന്ന് സഹോദരങ്ങളെ, മുൻകാലത്തില്ലാത്ത രൂപത്തിൽ സഹാബികളെ ചീത്ത പറയുന്ന ആളുകൾ, മലയാള ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. പച്ച ഷിയാക്കൾ, പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഷിയാക്കൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇറാനും ഇറാഖും അല്ലെ ആ രൂപത്തിലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ നാടൊക്കെ ആയിരിക്കും ഓർമ്മ വരിക. ഇന്ന് മലയാള ഭൂമിയിൽ, ഇന്ന് കേരളത്തിൽ മലയാളം പറയുന്ന ആളുകൾ, പച്ചയായി ഷിയാക്കളായ ആളുകൾ, സ്വഹാബികളെ ചീത്ത പറയുന്ന ആളുകൾ ഇന്നുണ്ട്. ഷിയാക്കളായ ആളുകൾ, ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകളെക്കുറിച്ചല്ല പറയുന്നത്, അവർ ഈ രോഗത്തിന് ഇരകളായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഇന്ന് സമൂഹം ഒന്നാകെ അംഗീകരിച്ചിരുന്ന പല കാര്യങ്ങളും പിൽക്കാലത്തൊരു ചോദ്യചിഹ്നത്തിന് ഇടയാകുന്ന ഒരു സാഹചര്യം വരും. ഇന്നൊരു മനുഷ്യനും ഏതെങ്കിലും 2 ഗ്രൂപ്പുകൾ സ്വഹാബികൾ ശരിയാണോ, സ്വഹാബികളെല്ലാവരും, അങ്ങനെ ഒരു ചർച്ച ഇന്നില്ല. നിങ്ങൾ ഇവിടെ അത് കാണാൻ സാധിക്കുകയില്ല. പക്ഷെ കരുതിയിരിക്കുക, കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചർച്ചകൾ വരും യുവാക്കൾക്കിടയിൽ. ഇന്ന സ്വഹാബികൾ അവർ ചില പ്രശ്നങ്ങളില്ലേ, ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കിക്കൊണ്ട് സ്വഹാബികളെക്കുറിച്ച് മോശമാക്കി പ്രചരിപ്പിക്കുന്ന ആളുകൾ മലയാളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളും ആയിരക്കണക്കിന് കോപ്പികളോട് ഇതുവരെ വിറ്റഴിഞ്ഞിട്ടുണ്ട്. അത് വായിക്കുന്ന ആളുകളാണ് ഇതിലൊക്കെ പെടുക. ഓൺലൈനിലായി മാത്രം ആയിരക്കണക്കിന് കോപ്പികൾ ഇവർ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങൾ അതുപോലെ കേരളത്തിൽ ഇറക്കിയിട്ട് വിറ്റഴിച്ചിട്ടുണ്ട്. ഇവർ പേരുകൾ പറയുകയില്ല, പേര് പല രൂപത്തിലുള്ള പേരുകളാണ്. ആ പേരുകൾ ഞാൻ പറയുന്നില്ല ഇവിടെ. ആ പേരുകൾ ഇന്ന പബ്ലിഷേഴ്സ് എന്നുള്ള രൂപത്തിലൊക്കെയാണ് ഇറക്കുക. അത് ഓൺലൈനിൽ അവരിത് വളരെ നന്നായിട്ട് എഴുതാൻ അറിയുന്ന ആളുകളൊക്കെയാണ് അതിന് തിരഞ്ഞെടുക്കുക. അപ്പോൾ സാഹിത്യ ഭാഷയൊക്കെ ആകുമ്പോൾ എല്ലാവരും വായിക്കും, സാഹിത്യ ഭംഗിയൊക്കെ ഉള്ള ആളുകളൊക്കെ എല്ലാവരും വായിക്കും. അങ്ങനെ പതിയെ ആളുകളെ മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഇവിടെ ഷിയാക്കൾ ഉണ്ടാക്കണം. അഹ്ലുസുന്നത്തിനെ സിറിയയിലും ലബനാനിലും ഒക്കെ ഇല്ലാതാക്കിയതുപോലെ ചോരക്കളം ഒഴുക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശ്രമങ്ങളാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് സഹാബികളുടെ മാർഗം അത് പഠിക്കാൻ പറയുന്ന സമയത്ത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അത് വളരെ കൃത്യമായി, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒഴിവാക്കരുത്. സഹാബികളുടെ ശ്രേഷ്ഠത, അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയവരാണ് സഹാബികൾ എന്നുള്ളത് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം നമുക്ക് താക്കീത് ചെയ്തിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധ്യതയുള്ള നമ്മളോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള നസീഹത്താണ്, ഊസീകും ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വസ്സംഇ വത്താഅ വഇൻ അബ്ദൻ ഹബശിയൻ, നിങ്ങളൊരു മുസ്ലിം രാജ്യത്താണ്. നിങ്ങളെ ഭരിക്കാനുള്ളത് ആഫ്രിക്കയിൽ നിന്നും വന്ന
ഒരു അടിമയാണെങ്കിൽ പോലും, പൊതുവെ അടിമകൾക്ക് ഭരണാധികാരിയാകാനുള്ള വകുപ്പ് ഇസ്ലാമിലില്ല. ഭരണാധികാരിയുടെ നിബന്ധനയിൽപ്പെട്ടതാണ് അയാൾ സ്വതന്ത്രനായിരിക്കണം. ഇനി ആ നിബന്ധന തെറ്റിച്ചിട്ട് ഒരാൾ നിങ്ങൾക്ക് മേലൊരു അടിമ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഊസിക്കും ബി തഖ്വല്ലാഹ് വസ്സംഇ വത്വാഅ വഇൻ ആബദൻ ഹബശിയൻ. ഒരു ഹബശിയായ അടിമയാണെങ്കിലും വസ്സംഇ വത്വാഅ, കേൾക്കുകയും അനുസരിക്കുകയും വേണം. ഇത് ചെറിയൊരു പോയിന്റ് ഇവിടെ മനസ്സിലാക്കാൻ ഉണ്ട്. മൻഹജു സലഫ് പിൻപറ്റുന്ന സലഫികൾ ആയി ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആളുകൾ ഉണ്ടാക്കുന്ന ശുബ്ഹത്താണ്. ഇന്ന് മുസ്ലിം ഭരണാധികാരികളായ ആളുകൾ അവരൊക്കെ നിബന്ധനയൊത്ത ഭരണാധികാരികളാണോ എന്നൊക്കെ സംശയങ്ങൾ പറയും. ഈ പറയുന്ന ഹദീസൊക്കെ അത് ഇവർക്ക് പറഞ്ഞതല്ല, അത് ഇവരിങ്ങനെ രാജകുടുംബമാണ്, രാജാവിൻ്റെ മകനൊക്കെയാണ് വരുന്നത്, അപ്പം അങ്ങനെയുള്ളതിനൊന്നും ഇത് പെടുകയില്ല എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതുപോലത്തെ ഒരു നിബന്ധന ഒക്കാത്തൊരു കാര്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് എന്താണ്? വഇൻ ആബദൻ ഹബശിയൻ, അതായത് ഒരു അടിമക്ക് ഒരിക്കലും ഭരണാധികാരിയാവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഭരണാധിയായാലും ഊസിക്കും ബി തഖ്വല്ലാഹ് വസ്സംഇ വത്വാഅ, കേൾക്കുകയും അനുസരിക്കൽ നിർബന്ധമാണ്. ആര് ഭരണാധികാരിയായാലും, മുസ്ലിമീങ്ങൾക്ക് ആര് ഭരണാധികാരിയായാലും കേൾക്കുകയും അനുസരിക്കുകയും നിർബന്ധമായ കാര്യമാണ്. സലഫിയത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി, ഇപ്പോൾ പറയുന്ന വിഷയം ഇതാണ്, നിങ്ങൾക്ക് ശേഷം, എനിക്ക് ശേഷം ഒരുപാട് ആളുകൾ വരും. ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ കണ്ടുകൊണ്ടേയിരിക്കും. ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്ത് പിൻപറ്റണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുന്നില്ല. വസുന്നത്തുൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ, നിങ്ങൾ എൻ്റെ സച്ചരിതരായ സന്മാർഗികളായ, അല്ലാഹു സുബ്ഹാനഹു വതആല സന്മാർഗം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ള ആരെ പിൻപറ്റണം? എൻ്റെ ഖുലഫാക്കളെ പിൻപറ്റണം, എൻ്റെ സഹാബികളെ പിൻപറ്റണം. തമസ്സകൂ ബിഹാ, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹ ബിന്നവാജിസ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കണം എന്ന് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഫിത്നകൾ വരുന്ന സമയത്ത് രക്ഷാമാർഗമായി പഠിപ്പിക്കുന്നത് നിങ്ങൾ എൻ്റെ സുന്നത്ത് പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചര്യ പിൻപറ്റുക. ഇവിടെ സുന്നത്തെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്താൽ കൂലി ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല എന്ന സുന്നത്തല്ല, മറിച്ച് എൻ്റെ ചര്യ പിൻപറ്റുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം പിൻപറ്റുക. അതോടൊപ്പം ചേർത്ത് പറയുകയാണ് വസുന്നത്തുൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ, ഖുർആനും സുന്നത്ത് മാത്രം മതി, മൻഹജു സലഫ് വേണ്ടതില്ല, സഹാബികളുടെ മനസ്സിലാക്കൽ നമുക്ക് വേണ്ടതില്ല എന്ന് പറയുന്നവർ ഈ ഭാഗം എന്തിനാണ് അവർ പറയേണ്ടതുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിസുന്നത്തി എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതിയല്ലോ? അല്ല, വസുന്നത്തുൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ. കാരണം ചില കാര്യങ്ങൾ സഹോദരങ്ങളെ സഹാബികൾ മനസ്സിലാക്കിയത് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മാത്രം ആ വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തന്നെയാണ് ഈ ദീൻ നിശ്ചയിച്ചിട്ടുള്ളത്. റബ്ബിൻ്റെ പരീക്ഷണമാണ്. ആർക്കാണ് അഹങ്കാരമില്ലാതെ കിബറില്ലാതെ സഹാബികളെ പിൻപറ്റാൻ സാധിക്കുന്നത്? അവർ ഈ ദീൻ അനുസരിച്ചാൽ മതി. അതല്ല എൻ്റെ യുക്തി, സഹാബികൾക്കും ബുദ്ധിയുണ്ട്, എനിക്കും ബുദ്ധിയുണ്ട്, ഞാനും ഖുർആനിൽ ഗവേഷണം ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കും, അങ്ങനെ എനിക്ക് തോന്നുന്ന അഭിപ്രായം ഞാൻ പറയും, എനിക്ക് തോന്നുന്ന തഫ്സീറുകൾ ഞാൻ എഴുതി വെക്കും. അങ്ങനെ ചിന്തിക്കുന്നവൻ അവൻ യഥാർത്ഥ മാർഗത്തിലല്ല, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. നിങ്ങൾ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാലേ നിങ്ങൾ വിജയിച്ച മാർഗത്തിലേക്ക് എത്തുകയുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ യുക്തിക്ക് അത് ആധാരമാക്കാൻ സാധിക്കുകയില്ല, നിങ്ങൾക്കൊരിക്കലും അതിന് സാധിക്കുകയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് പഠിച്ച സ്വഹാബികൾ ആ മാർഗത്തിലൂടെ അല്ലാതെ സിറാത്തൽ മുസ്തഖീം നിങ്ങൾക്കില്ല, സ്വർഗത്തിൻ്റെ മാർഗമില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹാബത്തിനെ കുറിച്ച് അന്നുജൂമു അമനത്തുൽ ലിസ്സമ, ആദ്യം അവിടുന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞിട്ടാണ് നമുക്കൊക്കെ കാണാൻ പറ്റുന്നത്. നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള രക്ഷയാണ്, ആകാശത്തിനുള്ള രക്ഷയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഫൈദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅത്, അവസാന ഖിയാമത്ത് നാളിൽ നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുന്നതാണ്. ആ സമയത്തിന് ആകാശത്തിന് എന്താണോ താക്കീത് ചെയ്തത് അത് വരുന്നതാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ്. നക്ഷത്രമുള്ള കാലമത്രേ ആകാശമുണ്ടാകുക, നക്ഷത്രം മുതിർന്നു വീണാൽ ആകാശവും താഴേക്ക് വീഴുന്നതാണ്. എന്നിട്ട് പിന്നീട് അവിടുന്ന് പറഞ്ഞു അന അമനത്തുൻ ലി അസ്ഹാബി, എൻ്റെ സഹാബികൾക്ക് ഞാൻ അമനത്താണ്, സംരക്ഷണമാണ്. ഫഇദാ ദഹബ്തു, ഞാൻ മരണപ്പെട്ടാൽ, ഞാൻ പോയാൽ, അതാ അസ്ഹാബി മാ യുഅദൂൻ, സഹാബികൾക്ക് വരാനുള്ള കാര്യം വരുന്നതാണ്. അഭിപ്രായ വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലില്ല. സഹാബികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്, കക്ഷികൾ പിന്നീട് ഉണ്ടാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷമാണ്. അത് അവിടുന്ന് അറിയിക്കുകയാണ്. എന്നാൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകും, നിങ്ങൾ ബുദ്ധിമുട്ടിൽ തന്നെയാണ് എന്നല്ല ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഅസ്ഹാബി അമനത്തുൽ ലി ഉമ്മത്തി, എൻ്റെ സഹാബികൾ എൻ്റെ മുഴുവൻ ഉമ്മത്തിനുള്ള അമനത്താണ്, പരിരക്ഷയാണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, ആ സഹാബികൾ പോയാൽ
എൻ്റെ ഉമ്മത്തിന് വാഗ്ദാനം താക്കീത് ചെയ്യപ്പെട്ട കാര്യങ്ങൾ അവർ വരും. സഹാബത്തിൻ്റെ മാർഗം ആര് പിൻപറ്റുന്നോ അത് അവർക്ക് അമനത്തായിട്ടുണ്ടാകും, രക്ഷയായിട്ടുണ്ടാകും. ആ മാർഗം ആര് കൈയൊഴിയുന്നുവോ അവൻ, സഹോദരങ്ങളെ, അവന് താക്കീത് ചെയ്യപ്പെട്ട ദലാലത്തിൻ്റെ മാർഗം അതുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് വളരെ കൃത്യമായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് തന്നെയാണിത്. ഇന്ന ബനി ഇസ്രായീൽ തഫറഖത അല 72 മില്ല, ബനു ഇസ്രായേലുകാർ 72 കക്ഷികളായി പിരിഞ്ഞിരുന്നു. വതഫ്തരിഖു ഉമ്മത്തി അല 73 മില്ല, എൻ്റെ ഈ ഉമ്മത്തും 73 കക്ഷികളായി പിരിയും. അതുകൊണ്ട് ആർക്കും ബേജാറ് വേണ്ടതില്ല. ഗ്രൂപ്പുകൾ ഉണ്ടാകും, കക്ഷികൾ ഉണ്ടാകും, നമ്മളായിട്ട് ഉണ്ടാക്കാതിരുന്നാൽ മതി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉദ്ദേശപ്രകാരം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഖലാ ഖദറിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. ഇനി അതിനുള്ള പരിഹാരം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തുകൊണ്ട് തുടങ്ങുന്നു, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ. ഖാലു വമൻ ഹിയ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ആ 73 വിഭാഗത്തിൽ രക്ഷപ്പെട്ട ഒരു വിഭാഗം ആരാണ്? അവിടുന്ന് പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊന്നിലാണോ അവർ. ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടോ അതേ മാർഗം പിൻപറ്റുന്ന ആളുകൾ ഈ 73 കക്ഷിയിൽ നിന്നും രക്ഷപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ എന്താണ് സഹോദരങ്ങളെ? സ്വഹാബികളുടെ മാർഗം പിൻപറ്റണം. പ്രശ്നങ്ങളും കക്ഷികളും ചിന്തകളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വഹാബികളുടെ മാർഗം പിൻപറ്റണം എന്നറിയിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ആവശ്യമുള്ളത്? വേറെ ചില റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞതായിട്ടുള്ളത്, യാ റസൂലല്ലാഹ് മൻഹും, ആരാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു അൽ ജമാഅ എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അൽ ജമാഅ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സഹാബികളുടെ ജമാഅത്തിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നവൻ, മാർഗം പിൻപറ്റുന്നവനാണ്. വൽ ജമാഅ എന്ന് പറയുന്ന സ്വഹാബത്തിൻ്റെ ജമാഅത്തിനെ പിൻപറ്റുന്നവൻ എന്നാണ്. എന്നാൽ ഇവിടെ അഹ്ലുസുന്ന വൽ ജമാഅ എന്നറിയപ്പെടുന്ന ആളുകൾ നമുക്കറിയാം എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. ഇരു സമസ്ത വിഭാഗങ്ങളും അവർ സ്വന്തത്തെക്കുറിച്ച് അവർ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളാണ്. സുന്നത്ത് ജമാഅത്ത് എന്നവർ ഷോർട്ടാക്കിയിട്ടും പറയാറുണ്ട്. എവിടെയാണ് സുന്നത്ത്? ഈ കബർ കെട്ടിപ്പൊക്കാനും ഉറുക്കുകൾ ഏലസിലും അഭയം പ്രാപിക്കാനും അള്ളാഹു അല്ലാത്ത ആളുകളോട് ബഹുമാനമാണ് എന്ന് പറഞ്ഞിട്ട് അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മളെ അടുപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിക്കുന്ന മക്കാ മുശ്രിക്കുകളുടെ അതേ സ്വഭാവവും അതേ പ്രാർത്ഥനാ രീതികളും തുടരുന്ന ഇവരും പറയുന്നത് ഞങ്ങൾ സുന്നത്തിൻ്റെയും ജമാഅത്തിൻ്റെയും ആളാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ പറയുന്ന കാര്യം നമുക്ക് വാദിക്കാൻ അത് സാധിക്കുന്നതേ അല്ല. ഒരാൾക്ക് വാദിച്ച് അതിൽ ഞാൻ അതാണെന്ന് പറയാൻ സാധിക്കില്ല, കാരണം തെളിവുകൾ കൊണ്ടത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അൽ ജമാഅ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അൽ ജമാഅത്തിൽ ഉൾപ്പെടണം, സ്വഹാബികളുടെ ആ മാർഗത്തിൽ ഉൾപ്പെടണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സ്വഹാബികളുടെ മാർഗത്തിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നാണോ? എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് എല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തായി, അങ്ങനെയാണോ? ഒരിക്കലുമല്ല. കാരണം ഇതൊരു ആദർശമാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിൽ പോയത് കൊണ്ടോ നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആവുകയില്ല, ഒരു സലഫി ആവുകയില്ല. നമ്മൾ ആദർശം പിൻപറ്റുന്നത് വരെ നമുക്കതാകാൻ സാധിക്കുകയില്ല. നമ്മൾ വിശ്വാസം സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ ആയിരിക്കണം. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെക്കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താണ്? അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണോ, തള്ളിക്കളയുകയാണോ? അല്ല, ആ വിശ്വാസം നീ സലഫികളുടേതാകണം, സ്വഹാബികളുടേതാകണം. അപ്പോഴേ നീ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആവുകയുള്ളൂ. അതല്ലാതെ നിൻ്റെ നീണ്ട താടിയോ നിൻ്റെ വസ്ത്രധാരണമോ ഒന്നും തന്നെ നീ സലഫിയാണോ അല്ലേ എന്നുള്ളത് ഒരിക്കലും തീരുമാനിക്കപ്പെടുന്ന കാര്യമല്ല. നീ സലഫിയത്തിൻ്റെ ഉസൂലുകൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ, വിശ്വാസ കാര്യങ്ങളിൽ നീ പാലിക്കുന്നത് വരെ. എന്താണ് ഓരോ വിഷയത്തിലും? മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ പ്രക്ഷോഭം നടത്താമെന്നാണോ? അവർക്കെതിരെ ലഹള നടത്താമെന്നാണോ? ഏതെങ്കിലും വിധേന അവരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാമെന്നാണോ? അങ്ങനെയുള്ള ആളുകളെല്ലാം കാഫിറുകളാണെന്നാണോ? ഇതാണോ നിൻ്റെ അഭിപ്രായം? നിൻ്റെ താടിയോ നിര്യാണിക്ക് മുകളിലുള്ള വസ്ത്രമോ അതൊന്നും നിനക്ക് ഉപകരിക്കുകയില്ല. നീ ആ വിഷയത്തിൽ സ്വഹാബികളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റുന്നത് വരെ വളരെ കൃത്യമായി മനസ്സിലാക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ജമാഅത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പല്ല. ചിലർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, നിങ്ങൾ ആ ജമാഅത്തിൽ ഉൾപ്പെടണമെങ്കിൽ അലൈക്കും ബിൽ ജമാഅ എന്ന ഹദീസ് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ അൽ ജമാഅ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സലഫിയാവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സംഘടനാ മെമ്പർഷിപ്പ് എടുക്കാതെ നിങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് സലഫിയാകാൻ സാധിക്കുകയില്ല, ഈ ഹദീസിനെതിരാണ് എന്നാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ പറയുന്നത് എന്നറിയില്ല. സഹോദരങ്ങളെ, എങ്ങനെയാണത് ശരിയാവുക? ഈ ഹദീസ് ഇന്നലെ ഇറങ്ങിയ ഹദീസല്ല. കഴിഞ്ഞ 1400 വർഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് ഉമ്മത്ത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ 1300 വർഷത്തിലും സംഘടന ഉണ്ടായിട്ടില്ല. എങ്കിൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുക ഒരു സംഘടന ഉണ്ടാക്കണം എന്നൊന്നുമല്ല, മറിച്ച് ഈ ആദർശത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതുണ്ട് എന്നത് മാത്രമാണ്. അതാണ് ഈ കാലഘട്ടം അത്രയും ഇമാമിങ്ങളും മറ്റുമൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. അവർ ഈ മാർഗത്തിൽ, സ്വഹാബികളുടെ മാർഗത്തിൽ ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് നമുക്ക് വേണ്ടത്. എന്നാൽ സംഘടന എന്താണ് അതിനെക്കൊണ്ട് ദീനുൽ ഇസ്ലാമിൽ അല്ലെങ്കിൽ സലഫി ഉലമാക്കൾ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അവർ പറഞ്ഞു, അതിൻ്റേതായ നിബന്ധനകൾ പാലിക്കുകയാണ് എങ്കിൽ, ഒരു നാട്ടിൽ അത് ആവശ്യമാണ് എങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ്. സംഘടന എന്ന് പറയുന്നത് അതിൻ്റെ നിബന്ധനകൾ പാലിക്കുകയാണ് എങ്കിൽ, അഥവാ അതിൻ്റെ നേതൃപദത്തിൽ കൃത്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ അറിയുന്ന പണ്ഡിതന്മാരായ ആളുകളാണ് അതിനെ നിയന്ത്രിക്കുന്നത് എങ്കിൽ അത് കുഴപ്പമുള്ള കാര്യമല്ല. കാരണം ആ നാട്ടിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലേ ദഅവ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. എങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഉടനെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആ സംഘടന എന്ന് പറയുന്നത് അതൊരു ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ്. അതല്ലാതെ അതിൻ്റെ പേരിൽ നമുക്കൊരു വലാ ഉൽ ബറ, ആ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തവനെ നമുക്കൊരു പ്രത്യേകമായ സ്നേഹം, ആ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത ആളോട് പ്രത്യേകമായ വെറുപ്പ്, അങ്ങനെ ഒരു കക്ഷിത്വ ഗ്രൂപ്പ് അല്ല അത്. അങ്ങനെയുള്ള കക്ഷിത്വത്തെ ഇസ്ലാം പൂർണ്ണമായി എതിർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാർശ്വത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാക്കാനല്ല, മുസ്ലിം ഉമ്മത്തിൽ നിന്നും വേറിട്ടൊരു ഭിന്നിപ്പുണ്ടാക്കാൻ, അതിൻ്റെ അകത്ത് കയറിയാൽ ഞാൻ ഇഷ്ടപ്പെടും, അതിൻ്റെ പുറത്തേക്ക് പോയാൽ ഇഷ്ടപ്പെടുകയില്ല, അങ്ങനെയല്ല. മറിച്ച് നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും ഏതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം? അയാൾ എത്രമാത്രം സലഫിയത്തിനോട് അടുത്തു നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. ഖുർആനും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്വഹാബികളുടെ മാർഗം ഒരാൾ പിൻപറ്റുന്നുവെങ്കിൽ അയാൾ എൻ്റെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തതാകട്ടെ അല്ലാത്തതാകട്ടെ അവനെനിക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കണം. അതല്ലാതെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ കൂടെ മീറ്റിങ്ങിന് പങ്കെടുത്താൽ, എൻ്റെ മസ്ജിദിലേക്ക് വന്നാൽ അവനെ ഇഷ്ടപ്പെടുകയും അതല്ലെങ്കിൽ അവനെ വെറുക്കുകയും ചെയ്യുക എന്ന് പറയുകയാണ് എങ്കിൽ നീ മൻഹജു സലഫിൽ ഇതുവരെ എത്തിയിട്ടില്ല, നീ അതൊരു കക്ഷിത്വത്തിൽ മാത്രമാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അലൈക്കും ബിൽ ജമാഅ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മൾ പറഞ്ഞു, സംഘടന എന്ന് പറഞ്ഞാൽ നിരുപാധികം നിഷിദ്ധമാണ്, അതിനെക്കൊണ്ടൊരു ഉപകാരവുമില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിൻ്റെ പേരിലാണ് വലാവും ബറാവും നിശ്ചയിക്കുന്നത് എങ്കിൽ പണ്ഡിതന്മാർ വിലക്കിയ സംഘടനകൾ തന്നെയാണത്. ഒരു ആലിമും അത്തരത്തിലുള്ള സംഘടന അനുവദിച്ചിട്ടില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അലൈക്കും ബിൽ ജമാഅ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വഹാബികളുടെ മാർഗത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുക എന്ന് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, ജമാഅത്ത് 2 രൂപത്തിലുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു ജമാഅത്ത് 2 രൂപത്തിലുണ്ട്. ഒന്ന് ജമാഅത്തുദ്ദീൻ, നമ്മളിപ്പോൾ പറഞ്ഞ ദീനിന് വേണ്ടിയിട്ടുള്ള ജമാഅ, അത് സ്വഹാബികളുടെ മാർഗം പിൻപറ്റലാണ്. 2 ജമാഅത്തുൽ അബ്ദാൻ എന്ന് പറയും. അഥവാ ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന ഭരണാധികാരികൾ, ആ ഭരണാധികാരിയുടെ ജമാഅത്തിൽ നമുക്കൊരു മുസ്ലിം ഭരണാധികാരി ഉണ്ട് എങ്കിൽ അയാൾ കേൾക്കുകയും അനുസരിക്കുകയും അയാളിൽ നിന്ന് വിട്ടു നിൽക്കാതെ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് ബൈഅത്ത് ചെയ്യാതെ മാറി നിൽക്കുക എന്നുള്ളത് പാടില്ല. അത്തരക്കാരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആരെങ്കിലും അത്തരം ജമാഅത്തിൽ നിന്നും വേറിട്ട് നിന്നിട്ടുള്ളത് എങ്കിൽ മാ തമീതതൻ ജാഹിലിയ, അവൻ ജാഹിലിയത്തിൻ്റെ മരണമായിരിക്കും വരിക്കുക, അതായിരിക്കും അവൻ ഉണ്ടാകുക എന്ന് പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവനെന്നല്ല. ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി, സാധുക്കളെ പറ്റിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഹദീസൊക്കെ എടുത്തുകൊണ്ടെന്ന് പറയും സംഘടനയിൽ ചേരാത്തവനൊക്കെ. എന്നിട്ട് എവിടെയൊക്കെ ജമാഅത്തുണ്ടോ അവിടെയൊക്കെ സംഘടന എന്ന് പരിഭാഷപ്പെടുത്തും. സംഘടന എന്ന് പരിഭാഷപ്പെടുത്തും. കൃത്യമായ ക്രൂരതയാണത്. എന്നിട്ട് സംഘടന എന്നൊക്കെ ആരെങ്കിലുമൊക്കെ മാറി എന്നാൽ പറയുക, സംഘടനയിൽ പങ്കെടുക്കാതെ നീ മരിച്ചുപോയാൽ മാ തമീതതൻ ജാഹിലിയ, ജാഹിലിയത്തിൻ്റെ ഭരണമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമാഅത്തുൽ അബ്ദാനാണ്. ഭരണാധികാരിയുണ്ട്, മുസ്ലിം ഭരണാധികാരിയുണ്ട്, ഒരാൾ അതിനോട് ബൈഅത്ത് ചെയ്യാതെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എങ്കിൽ അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾക്ക് ജമാഅത്ത് വേണം. അത് ഒരു അബ്ദുൻ ഹബശി ആണെങ്കിലും അടിമയാണെങ്കിലും അത് നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, ഇനി ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സലഫികളായ നാം എന്തൊക്കെ കാര്യങ്ങളാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അടിസ്ഥാനങ്ങളായ ചില
കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യമാണ്, സലഫിയത്തിൻ്റെ പേരിൽ വേറെ ചില ഗ്രൂപ്പുകൾ ഉണ്ടാകാറുണ്ട്. ചില പ്രത്യേക പണ്ഡിതന്മാരുടെ പേരിൽ അവർ സലഫിയത്ത് ഉണ്ടാക്കുന്നതായിരിക്കും. ചില പ്രത്യേക പണ്ഡിതന്മാരുടെ പേരിൽ ആ പണ്ഡിതനെ അംഗീകരിക്കുകയും ആ പണ്ഡിതനെ അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരാണ് സലഫികൾ. ആ പണ്ഡിതനെ എതിർത്തു കഴിഞ്ഞാൽ അവർ സലഫികളല്ല എന്ന രൂപത്തിൽ പറയുന്ന ആളുകളെയും കാണാൻ സാധിക്കും. മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം തന്നെ വളരെ കൃത്യമായി എതിർത്തിട്ടുള്ള ഒരു കാര്യമാണത്. ആ രൂപത്തിൽ ആരെങ്കിലുമൊക്കെ സലഫിയത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് തെറ്റായ മനസ്സിലാക്കലാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ, ഹാഫിദ് ബിൻ റജബ് റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ കൃത്യമായി താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചില ആളുകളുണ്ട്, അവരുടെ ഗ്രൂപ്പിൽ ചേർന്നാൽ മാത്രം ആണ് അവർ ഒരാളെ സലഫിയായിട്ട് പരിഗണിക്കുക. അഥവാ അവരുടെ ഗ്രൂപ്പിൽ ചേരുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചാൽ അവർ പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ എന്തൊക്കെ കാര്യങ്ങൾ താക്കീത് ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യണം. ആ രൂപത്തിൽ ചെയ്യാതെ നമ്മൾ ആ അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ സഹോദരങ്ങളെ നമ്മൾ സലഫിയത്തിന് പുറത്തു പോയതായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില മസ്അലകളുടെ പേരിൽ സലഫികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള എന്നാൽ സലഫിയത്തിൽ നിന്നും പുറത്താകാത്ത ചില മസ്അലകളുടെ പേരിലും ആളുകൾ സലഫിയത്തിൽ നിന്നും ഒരാളെ പുറത്താക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ വളരെയധികം ഗൗരവത്തിലുള്ള ഒരു ഉദാഹരണമാണ് ആരെങ്കിലുമൊക്കെ ദീനി പ്രബോധനത്തിന് വേണ്ടിയിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിൻ്റെ പേരിൽ ഇന്ന ആളുകൾ സലഫികളല്ല എന്ന രൂപത്തിൽ പറയുന്ന ആളുകളെയും വളരെ കുറഞ്ഞൊരു വിഭാഗമാണുള്ളൂ. പക്ഷേ അത്തരക്കാരായ ആരെങ്കിലും കേൾക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, സലഫികളായ പണ്ഡിതന്മാരുടെ അടുക്കൽ എപ്പോഴെങ്കിലുമൊക്കെ ചെന്നിരുന്നിട്ട് ഈ ഒരു കാര്യം ചോദിച്ചു നോക്കുക. ഈ ഒരു വിഷയം കാരണത്താൽ ഒരാൾ ഈ ഒരു അഭിപ്രായം സ്വീകരിച്ചതിൻ്റെ കാരണത്താൽ അയാളുടെ സലഫിയത്തിൽ വല്ലതും കുറഞ്ഞു പോകുമോ എന്നുള്ള കാര്യം പഠിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. വിശദമായി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. സഹോദരങ്ങളെ, സലഫികളായ ഒരാളുകൾക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ചില അസ്ലുകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അത് അവർ തൗഹീദ് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും എന്നാണ്. വളരെയധികം ഒരാൾ സലഫിയായി തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായിരിക്കണം. അയാൾ തൗഹീദിന് പ്രാധാന്യം കൊടുക്കുന്നവനാണ്. അതല്ലാതെ ബാക്കി എന്തും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. തൗഹീദിന് പ്രാധാന്യം കൊടുക്കുന്നവനായിരിക്കും. അവൻ്റെ സംസാരങ്ങൾ തൗഹീദായിരിക്കും. അവന് ഏറ്റവും താല്പര്യം അത് തൗഹീദായിരിക്കും. അതല്ല രാഷ്ട്രീയമാണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള സംസാരങ്ങളാണ് അവൻ്റെ അടുക്കലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവന് സലഫിയത്തായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം സലഫിയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് ദീനിൻ്റെ അടിസ്ഥാനമാണ്. അഥവാ ദീനിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് അത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു തആല പറഞ്ഞല്ലോ, ഖുൽ, നബിയെ പറയുക, ഹാദിഹി സബീലി, ഇതാകുന്നു എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ് അല ബസീറ, ഞാൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നത് ബസീറത്തോടു കൂടിയാണ്, ഉൾക്കാഴ്ചയോടു കൂടിയാണ്, വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും അങ്ങനെ തന്നെയാണ്. വസുബ്ഹാനല്ലാഹ് വമ അന മിനൽ മുശ്രിക്കീൻ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനേ അല്ല. ആദ്യമായിട്ട് എന്നെ ക്ഷണിക്കാൻ പറയുന്നത് അത് തൗഹീദിലേക്കാണ്, ഞാൻ ശിർക്കിൽ നിന്നും ഒഴിവാണ് എന്ന കാര്യമാണ്. അതുകൊണ്ട് തൗഹീദിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം സഹോദരങ്ങളെ അത് എന്താണ്? തൗഹീദാണ്. സലഫിയത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം അത് തൗഹീദാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ്, മുസ്ലിം ഭരണാധികാരികളുണ്ട് എങ്കിൽ അവർ കേൾക്കുകയും അനുസരിക്കപ്പെടുകയും ചെയ്യണമെന്നുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കണം, വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. ആരാണ് ഉലുൽ അംർ? പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഹുമു അൽ ഉമറാ വൽ ഉലമാ, ഉമറാക്കളും ഉലമാക്കളുമാണത്. ഉലമാക്കൾ പണ്ഡിതന്മാരാണ്, ഉമറാക്കൾ ഭരണാധികാരികളാണ്. അവരാണ് അനുസരിക്കപ്പെടേണ്ടത്. എപ്പോഴാണ് അനുസരിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാത്തിടത്തോളം കാലം അവരെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്താഅനി ഫഖദ് അത്താ അല്ലാഹ്, എന്നെ അനുസരിച്ചവൻ അള്ളാഹുവിനെ അനുസരിച്ചു. വമൻ യഅസിനി ഫഖദ് അസല്ലാഹ്, എന്നെ ധിക്കരിച്ചവൻ അള്ളാഹുവിനെ ധിക്കരിച്ചു. വമൻ യുതിഇൽ അമീർ, ആരെങ്കിലും മുസ്ലിം ഭരണാധികാരിയെ അനുസരിച്ചാൽ ഫഖദ് അത്താഅനി, അവൻ എന്നെ അനുസരിച്ചു എന്നാണ് പറഞ്ഞത്. മുസ്ലിം ഭരണാധികാരിയെ അനുസരിക്കാൻ അവൻ എന്നെ അനുസരിച്ചു. വമൻ യഅസിൽ അമീർ ഫഖദ് അസാനി, ആരെങ്കിലും മുസ്ലിം ഭരണാധികാരിയെ ധിക്കരിച്ചാൽ അവൻ എന്നെ ധിക്കരിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബുഖാരിയിലും മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട
സ്വഹീഹായ ഹദീസാണിത്. അതുകൊണ്ട് സഹോദരങ്ങൾ, അത് സലഫിയത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്കിപ്പോൾ മുസ്ലിം ഭരണാധികാരിയൊന്നും ഇല്ലല്ലോ, നമ്മളെന്തിനാണ് ഈ വിഷയം വളരെ ഗൗരവത്തിൽ പറയുന്നത് എന്ന് വിചാരിക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ദീൻ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും സലഫി ഉലമാക്കളെയാണ്, പണ്ഡിതന്മാരെയാണല്ലോ അവലംബിക്കുക. ആ പണ്ഡിതന്മാർ ഈ ഒരു അസ്ല് പിൻപറ്റുന്നവരാണോ അല്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്നത് അറബി പറയുന്ന അല്ലെങ്കിൽ തൗഹീദിനെ കുറിച്ച് സംസാരിക്കുന്ന, സുന്നത്തിനെ കുറിച്ച് സംസാരിക്കുന്ന നീണ്ട താടിയുള്ള എല്ലാ പണ്ഡിതന്മാരും സലഫി ഉലമാക്കളാണ്. തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കുക. അവർ ചിലപ്പോൾ സൗദി അറേബ്യയിലായിരിക്കും, ചിലപ്പോൾ ഖത്തറിലായിരിക്കും, ചിലപ്പോൾ ദുബായിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലായിരിക്കും. അവർക്ക് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് അത്തരം കാര്യങ്ങൾ പരസ്യമായി പ്രസ്താവിക്കാൻ അല്ലെങ്കിൽ പരസ്യമായി സംസാരിക്കാനുള്ള അനുവാദമില്ല, അൽഹംദുലില്ലാ. പക്ഷെ അവരുടെ എഴുത്തുകളും അവരുടെ കിതാബുകളുമൊക്കെ അതുണ്ട്. ഈ വിഷയത്തിൽ അവരുടെ നിലപാട് എന്താണ് എന്ന് നോക്കുക. ഭരണാധികാരി അനുസരിക്കുന്നവരാണോ അതല്ല അവർക്കെതിരെ തിരിയുന്നവരാണോ, അവരെ ധിക്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സലഫിയത്തിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യമാണ് സലഫിയത്ത് എപ്പോഴും അത് നിർഭയത്വം പ്രദാനം ചെയ്യുന്ന മൻഹജാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല, ഒരു നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതല്ല, മറിച്ച് ആളുകൾക്ക് സമാധാനം ഉണ്ടാക്കുക. സലഫിയത്ത് ഒരു നാട്ടിൽ പ്രചരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് സമാധാനമായിരിക്കും ഉണ്ടാകുക. ഏതൊരു നിലക്കും സഹോദരങ്ങളെ പൂർണ്ണമായ ജീവിതമായിരിക്കും സലഫിയത്ത് ഒരു നാട്ടിൽ പ്രചരിച്ചാൽ ഉണ്ടാകുക. എന്തുകൊണ്ടാണ്? കാരണം അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും പിൻപറ്റുന്നവരാണ്. അതുകൊണ്ട് തന്നെ സലഫികളായ ആളുകൾക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അവരുടെ സുലൂക്ക്, സ്വഭാവ ഗുണങ്ങൾ അത് സലഫിയത്തിലായിരിക്കണം. വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യം. നമ്മൾ വളരെ അടിസ്ഥാനങ്ങൾ പഠിച്ചു, തൗഹീദ് പഠിച്ചു, സുന്നത്ത് പഠിച്ചു, മൻഹജു സലഫൊക്കെ അതിൻ്റെ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മളത് പ്രാക്ടിക്കൽ വശത്തേക്ക് എത്തുന്ന സമയത്ത്, ആളുകളുമായി ഇടപെടുന്ന സമയത്ത് നമ്മുടെ സ്വഭാവത്തിന് സ്വഹാബികളുടെ സ്വഭാവമായിട്ടോ സലഫുകളുടെ സ്വഭാവമായിട്ടോ യാതൊരു ബന്ധവുമില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഖൽബിനകത്തുള്ള ഇത്ര മനോഹരമായ ഈ വിശ്വാസം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഈ വിശ്വാസം ആളുകൾ തെറ്റായിട്ടായിരിക്കും മനസ്സിലാക്കുക. അങ്ങനെ സലഫികൾ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ആളുകളാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വരെയുണ്ട്. കാരണം അവർ വിചാരിക്കുന്നത് ഇവരുടെ സ്വഭാവം കണ്ടില്ലേ, ഇവരിങ്ങനെയാണ്, ഇവർ കുഴപ്പക്കാരാണ്, പ്രശ്നക്കാരാണ് എന്ന രൂപത്തിൽ അവർ പുറമേക്ക് സംസാരിക്കുകയും പ്രവർത്തികൾ അങ്ങനെയാകുകയും ചെയ്താൽ ആളുകൾ ധരിക്കുക ഇവരുടെ അടുക്കലുള്ള ഈ ആദർശവും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കാരണത്താൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സ്വഭാവം കാരണത്താൽ, നമ്മുടെ പെരുമാറ്റം കാരണത്താൽ സലഫിയത്തിനോട്, സ്വഹാബത്തിൻ്റെ മൻഹജിനോട് ഒരാൾക്ക് വെറുപ്പുണ്ടാകുന്ന, അകൽച്ചയുണ്ടാകുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ അടുക്കൽ ഉണ്ടാകാൻ പാടില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ നിസ്സാരമാണ് വിചാരിക്കും. പരലോകത്തെത്തുമ്പോഴായിരിക്കും നിൻ്റെ ഈ സ്വഭാവം കാരണത്താൽ, നിൻ്റെ ഈ പെരുമാറ്റം കാരണത്താലാണ് ഇന്ന ആളുകളൊക്കെ ദീനിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചത് എന്ന് നമ്മൾ അറിയുകയാണ് എങ്കിൽ എത്ര വലിയ പാപഭാരമായിരിക്കും സഹോദരങ്ങൾ നമുക്കുണ്ടാകുക. എന്നാൽ മനോഹരമായ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മീസാനിൽ അങ്ങേയറ്റം ഭാരമുള്ളതായിരിക്കും. ദീർഘമായി രാത്രി നിസ്കരിക്കുന്നവനേക്കാൾ, പകൽ മുഴുവൻ നോമ്പെടുക്കുന്നവനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുക ഏറ്റവും മനോഹരമായ ഇസ്ലാമിൻ്റെ അഖ്ലാഖ് ഉണ്ടാകുന്നവനാണ്, ഇസ്ലാമിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകുന്നവനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈ മനോഹരമായ അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള സ്വഹാബികളുടെ വിശ്വാസം അത് നമ്മുടെ ഖൽബിലുണ്ട്. അത് വിശ്വസിച്ചിട്ടാണ്, അതനുസരിച്ചിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ, സുലൂക്ക് അത് മോശമായി പോയാൽ സഹോദരങ്ങളെ, ആളുകൾ ഈ ദീനിനെ തന്നെ, സലഫിയത്തിനെ തന്നെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളത് പരിശ്രമിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മളെ നന്നാക്കാനുള്ള പരിശ്രമം വളരെ ഗൗരവത്തിൽ നൽകുക. അത് സലഫിയത്തിൻ്റെ മറ്റൊരു അടിസ്ഥാനമാണ്. സലഫിയത്ത് അതിൻ്റെ ഇസ്ലാഹിൻ്റെ രീതി, നന്നാക്കുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത് അത് സ്വന്തത്തിൽ നിന്നാണ് ആരംഭിക്കുക. ഖു അൻഫുസക്കും, നിങ്ങൾ ഓരോരുത്തരും നരകത്തിൽ നിന്നും നിങ്ങളെ കാക്കണം. വ അഹ്ലീക്കും, പിന്നീട് നിങ്ങളുടെ കുടുംബം, അതിൻ്റെ അടുത്ത പരിഗണന കുടുംബമാണ്. ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നരകത്തിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് സലഫിയത്തിൻ്റെ അടിസ്ഥാനമാണ്. അത് തസ്വിയ തർബിയ, സ്വന്തത്തെ നന്നാക്കുക എന്നുള്ളതാണ് അതിനെപ്പോഴും പ്രാധാന്യം. ഓരോരുത്തരും സ്വന്തം നന്നാവുക, കുടുംബം നന്നാവുക, അങ്ങനെ നാട് നന്നാവുക. എന്നാൽ അതിൻ്റെ അടിസ്ഥാനം തെറ്റിക്കുന്ന ആളുകൾ ആദ്യം എവിടെ നിന്നാണ് തുടങ്ങുക? ആദ്യം ഭരണാധികാരിയുടെ വിഷയത്തിലായിരിക്കും തുടങ്ങുക. ഭരണാധികാരിയെ നന്നാക്കാൻ, ഭരണാധികാരികൾക്കെതിരെ
പ്രക്ഷോഭം നടത്താൻ, ഇത് സലഫിയത്തിൻ്റെ അടിസ്ഥാനമല്ല. സലഫിയത്തിൻ്റെ അടിസ്ഥാനം സഹോദരങ്ങളെ, അത് സ്വന്തത്തെ നന്നാക്കുക, അങ്ങനെ കുടുംബത്തെ നന്നാക്കുക, അങ്ങനെ നാട് നന്നാവുക, അങ്ങനെ ഒരു മഹല്ല് നന്നാവുക. ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ഇത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വ്യാപൃതരായാൽ നമ്മുടെ കാര്യം സഹോദരങ്ങളെ നമ്മൾ മറന്നുപോകും. അതുപോലെ വളരെ അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ഇൽമ്, അറിവ് പഠിക്കൽ എന്നുള്ളത് വളരെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. സലഫികൾക്കുണ്ടായിരിക്കേണ്ട ഗുണമാണ്. കാരണം ആ അറിവ് പഠിക്കാതെ എന്താണ് ഹക്കും ബാത്തിലും, എന്താണ് സലഫിയത്തിൻ്റെ ഓരോ വിഷയത്തിലും സലഫിയത്ത് എന്താണ് എന്ന് നമുക്കറിയാൻ സാധിക്കുകയില്ല. സലഫിയത്താണ് ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, സഹാബത്തിൻ്റെ മാർഗ്ഗമാണ് ശരിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു അടിസ്ഥാനം മാത്രം പഠിച്ചിട്ട് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ സലഫിയത്ത് എന്താണ്, ഇതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്കതിൽ ഹക്കും ബാത്തിലും വേർതിരിക്കാൻ സാധിക്കുകയില്ല. നമ്മളൊരു പക്ഷേ സലഫിയത്തിനെതിരായ നിലപാടായിരിക്കും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാകുക, പക്ഷെ നമ്മൾ ധരിക്കുന്നുണ്ടാകും നമ്മൾ സലഫിയത്തിലാണ്. അതുകൊണ്ട് അറിവ് പഠിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. എവിടെ നിന്നാണ് അറിവ് പഠിക്കേണ്ടത്? മഹാന്മാരായ സലഫി ഉലമാക്കളിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. മുൻഗാമികൾ പറഞ്ഞതുപോലെ ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും, തീർച്ചയായും ഈ അറിവെന്ന് പറയുന്ന ദീനാണ്, നീ ദീനാണ് പഠിക്കുന്ന അറിവെന്ന് പറഞ്ഞിട്ട്. സയൻസോ ബയോളജിയോ അല്ല, അത് ദുനിയാവിലേക്കുള്ളതാണ്. അതിൽ തെറ്റു പഠിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ദുനിയാവിലേക്കുള്ളതാണ്. പക്ഷേ ഈ ദീൻ എന്ന് പറയുന്നത് അത് ഈ അറിവ്, ഈ നമ്മൾ ഈ പഠിക്കുന്ന അറിവെന്ന് പറയുന്നത് ദീനാണ്. ഫൻദുറു അമ്മൻ തഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണ് കേൾക്കുന്നത്, ആരിൽ നിന്നാണ് പഠിക്കുന്നത് എന്നുള്ളത് ശരിക്കും നോക്കേണ്ടതുണ്ട്. ഇതേ മൻഹജുസ് സലഫ് അനുസരിച്ച് അതിൻ്റെ അസലുകൾ പാലിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്നാണോ അല്ലേ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അത് വളരെ ഗൗരവത്തിലാണ്. അതുകൊണ്ട് ആധുനികരായ മഹാന്മാരായ ചില പണ്ഡിതന്മാരുടെ, അതുപോലെ കഴിഞ്ഞുപോയ മരണപ്പെട്ടുപോയ ചില പണ്ഡിതന്മാരുടെ പേരുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാരിൽ പെട്ടതാണ് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, സലഫി ഉലമാക്കളുടെ തലവനായിട്ടുണ്ടായിരുന്ന, സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുണ്ടായിരുന്ന പണ്ഡിതനാണത്. അതുപോലെ തന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇതൊക്കെ സലഫി ഉലമാക്കളിലെ വളരെ പ്രധാനിയായിട്ടുണ്ടായിരുന്ന ആളാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദിഇ റഹ്മത്തുള്ളാഹി അലൈഹി, ഇതൊക്കെ വളരെ മഹാന്മാരായ പണ്ഡിതന്മാരായി ജീവിച്ചു മരിച്ചുപോയ ആളുകളാണ്. ഇനി ഇന്ന് കാലത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ സഹോദരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഒന്ന് റിയാദുള്ള ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഹഫുല്ലഹുല്ലാഹ്, അതുപോലെ തന്നെ മദീനയിലുള്ള ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫുല്ലഹുല്ലാഹ്, അതുപോലെ തന്നെ ഷെയ്ഖ് റബീബ് ബിൻ ഹാദി അൽ മദ്ഖലി ഹഫുല്ലഹുല്ലാഹ്, ഇതൊക്കെ മഹാന്മാരായ സലഫികളുടെ ഉലമാക്കളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫുല്ലഹുല്ലാഹ്, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫുല്ലഹുല്ലാഹ്, അതുപോലെ തന്നെ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ സഹോദരങ്ങളെ ഉണ്ട്. അത്തരത്തിൽ നമുക്ക് ഉറപ്പുള്ള പണ്ഡിതന്മാരിൽ നിന്ന് മാത്രം നമ്മൾ അറിവ് സ്വീകരിക്കുക. അത് അറബി ഭാഷ നിങ്ങൾ അറിഞ്ഞ് നേർക്കുനേരെ സ്വീകരിക്കുന്നതാകട്ടെ, അതല്ല അവരുടെ ലേഖനങ്ങളോ മറ്റോ ഒക്കെ, അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സുകൾ വിവർത്തനം ചെയ്യപ്പെട്ട് വരുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളോ മറ്റോ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതാകട്ടെ, അങ്ങനെ സലഫികളായ ആളുകളിൽ നിന്ന് മാത്രം നമ്മൾ അറിവ് സ്വീകരിക്കുക. അതല്ല എങ്കിൽ സഹോദരങ്ങളെ, പലപ്പോഴും സലഫിയത്താണ് എന്നുള്ള ധാരണയിൽ നമ്മൾ വല്ല കക്ഷിത്വത്തിലും നമ്മൾ വല്ല അപകടത്തിലേക്കും നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.